നമ്മൾ ഈ ഫ്ലാറ്റുകളൊക്കെ വാങ്ങുന്ന സമയത്ത് GST കൊടുക്കണം. പ്രാക്ടിക്കലി വരുന്ന ഏറ്റവും വലിയ ഡൗട്ടാണ് ഈ ഒരു സംഭവം. കാരണം എല്ലാവരും ധരിച്ചു വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ഫ്ലാറ്റ് ഒരു ഇമ്മോബിൾ പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് തന്നെ അതിന് GST ഇല്ല എന്നുള്ള രീതിയിലാണ്. അത് തെറ്റാണ്. ആൻഡ് ബിഫോർ ദാറ്റ് ദിസ് മിസ് ഹെൽത്ത് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഫ്ലാറ്റിൻ്റെ കേസിൽ നമുക്ക് ഫ്ലാറ്റിനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് വെച്ചാൽ നമ്മളുടെ റെഡി ടു മൂവ് ഫ്ലാറ്റും മറ്റൊന്ന് അണ്ടർ കൺസ്ട്രക്ഷൻ ഫ്ലാറ്റും. അതായത് റെഡി ടു മൂവ് ഫ്ലാറ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി കംപ്ലീറ്റ് ആയ ഫ്ലാറ്റാണ്. അത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി GST ഇല്ല. കാരണം ഷെഡ്യൂൾ 3 ഓഫ് GSTയിൽ പറയുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനത്തെ കംപ്ലീറ്റഡ് ബിൽഡിംഗ് വിൽക്കുന്ന സമയത്ത് GST ഇല്ല. പക്ഷേ ഒരു ഫ്ലാറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാണ്, അത് ആ സമയത്ത് നിങ്ങൾ അഡ്വാൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ മേലെ GST ഉണ്ടാവും. കാരണം അത് സപ്ലൈ ആണ്, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ എത്രയാണ് സാർ GST കൊടുക്കുക? അതിൽ നമുക്ക് അഗെയിൻ നമ്മളെ ഈ ഫ്ലാറ്റുകൾ നമുക്ക് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു താമസിക്കുന്ന ഫ്ലാറ്റ് ആണെങ്കിൽ അഫോർഡബിൾ ഹൗസും ഉണ്ട്, നോൺ അഫോർഡബിൾ ഹൗസും ഉണ്ട്. അഫോർഡബിൾ എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ 45 ലാഖും പിന്നെ നമ്മുടെ ഈ സ്ക്വയർ മീറ്റർ ആൻഡ് അങ്ങനെ കുറച്ച് കണക്കുകളുണ്ട്. അപ്പോൾ അഫോർഡബിൾ ഹൗസ് ആണെങ്കിൽ 1% ആണ് അതിൻ്റെ GST റേറ്റ് വരിക, അല്ലാത്ത കേസിൽ 5% ആണ് GST റേറ്റ് വരിക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അടുത്ത ഫ്ലാറ്റ് വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ കൂട്ടത്തിൽ ഫ്ലാറ്റ് വാങ്ങും എന്ന ഉറപ്പുള്ള ആളുകളൊക്കെ എന്ത് ചെയ്ത് അയച്ചു കൊടുക്കാം. സെറ്റ്, ഓക്കെ.